ഇവിടെ എത്തും വരെ മഹാഭാരതത്തെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന ധാരണകളൊക്കെ ഇപ്പം മാറ്റിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും ശക്തിയുള്ള ഒരു ഗ്രന്ഥമാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. കാരണം മഹാഭാരതം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ടായതുകൊണ്ടാണല്ലോ എനിക്കിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അതുമാത്രമല്ല, വളരെ കൂടുതൽ വിനീതനാക്കപ്പെടുകയോ ചിലപ്പോഴൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ തന്നെ മനസ്സിൽ സങ്കടം വന്ന് നിറയുകയൊക്കെ ചെയ്യും. അമ്മയുടെ പ്രായമുള്ള ആളുകളൊക്കെ നമ്മളെ തൊഴുന്നത് മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൻ്റെ പേരിലാണ്. നിങ്ങൾക്ക് എന്നെപ്പറ്റി ഒന്നും അറിയില്ല. ഇവരൊക്കെ വന്നപ്പോൾ തൊട്ട് മഹാരഥന്മാർ എന്നൊക്കെ പറയുന്നുണ്ട്. മലയാള അധ്യാപകനാണ്, ആ വാക്ക് പോലും എന്നെ പേടിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ഒരു അധ്യാപകനാണ്. മഹാഭാരതം പോലെയുള്ള ഒരു ഗ്രന്ഥമൊക്കെ വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമാണ്. അങ്ങനെ മാത്രം കണ്ടാൽ മതി. പിന്നെ സഭയുടെയും ഇതിൻ്റെ കാര്യക്രമത്തിൻ്റെയൊക്കെ ഭാഗമായി അത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ വളരെ വിനയത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. മഹാഭാരതം ഭക്തിയുടെ ജ്ഞാനാമൃതം എന്ന ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കുമ്പോൾ ഇത്തരമൊരു മഹാവേദിയിലിരിക്കാൻ എനിക്ക് ഭാഗ്യം തന്ന എൻ്റെ മാതാപിതാക്കളെ, ഗുരു പരമ്പരകളെ ആദരവോടെ സ്മരിക്കുന്നു. അതോടൊപ്പം എൻ്റെ സുഹൃത്ത് ശ്രീ രാധാകൃഷ്ണനെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ സന്ദർഭത്തിൽ സങ്കീർണമായ ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ, ഞാനും നിങ്ങളുമൊക്കെ. നമ്മൾ ആരാണെന്നും നമ്മളുടെ ഇടം ഈ ലോകത്ത് എന്താണെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ഭൂമിക എന്ന അവകാശവാദം ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മുടെ മഹത് ഗ്രന്ഥങ്ങൾ നമ്മൾ എത്ര പേർ പഠിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും കുട്ടികളോട് സംസാരിക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികളോട് സംസാരിക്കുമ്പോൾ, മറ്റു മതസ്ഥരുടെ പുരാണ ഗ്രന്ഥങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് നല്ല ധാരണയാണ്. ബൈബിളെന്നും ഖുർആനെന്നും ഒക്കെ കൃത്യമായി പറയും. നമ്മുടേതേത് എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് ആശയക്കുഴപ്പമാണ്. പല കുട്ടികളും അത് വീട്ടിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്, മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ വായിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരാരും തന്നെ, പലരും തന്നെ വായിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന വലിയൊരു പാതകവും അതുതന്നെയാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, പലപ്പോഴും നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ രാമായണം വായിക്കും. ഒരു വിദേശത്തെ ഒരു സ്കോളർ പറഞ്ഞത്, നിങ്ങളുടെ രാജ്യത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ഒരു കവിത ഒരു മാസം മുഴുവൻ എടുത്ത് വായിക്കുന്ന ആളുകളാണ് എന്നതുകൊണ്ടാണ്. കാരണം ലോകത്തൊരു രാജ്യത്തും ഇല്ല അങ്ങനെ വിളക്ക് കത്തിച്ച് വെച്ച് കവിത വായിക്കുന്നവരാണ്, വിളക്ക് കത്തിച്ച് വെച്ച് സാഹിത്യകൃതികൾ വായിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ പലപ്പോഴും നമ്മളുടെ ഉപരിപ്ലവമായ വായനയിൽ ഇത് അവസാനിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. രാമായണത്തിലെയൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ വിഷയം, അല്ലെങ്കിൽ മഹാഭാരതത്തിലേക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ എടുത്ത് നമ്മൾ വിശദീകരിക്കുമ്പോൾ, അല്ലെ പ്രമുഖരായ ആളുകളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ, ഇതൊക്കെ ഇതിലുള്ളതാണോ എന്ന ഒരു സംശയം. നമ്മുടെ വീട്ടിൽ രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്, ഹരിനാമകീർത്തനമുണ്ട്, നാരായണീയമുണ്ട്. ഇതൊക്കെ വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് നമ്മൾ വെക്കും. പലപ്പോഴും തുറന്നു നോക്കാറില്ല. ചിലരൊക്കെ വല്ലപ്പോഴും തുറന്നു നോക്കും. റേഷൻ കാർഡ്, ഇലക്ട്രിസിറ്റി ബില്ല്, ആധാർ കാർഡൊക്കെ ഇതിനകത്ത് വെക്കും. കാരണം തുറക്കാത്തതുകൊണ്ട് ഈ സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകില്ല, അതിനകത്ത് തന്നെ കാണും. ഇതാണ് പലപ്പോഴും നമ്മുടെ ഒരു അവസ്ഥ. പക്ഷെ ഇവിടെ വലിയ മഹത്തായ ഒരു യജ്ഞമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയം. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു രാജ്യത്തിൻ്റെ പേരിൽ ഒരു ഗ്രന്ഥമുണ്ടാവുക, തിരിച്ചു പറഞ്ഞാൽ ഒരു ഗ്രന്ഥത്തിൻ്റെ പേരിൽ ഒരു രാജ്യമുണ്ടാവുക. ലോകത്തൊരിടത്തുമില്ല. മഹാഭാരതം എന്നും, അല്ലേ, മഹത്തായ ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യം, മഹാഭാരതം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. കേവലം ഒരു പുസ്തകം മാത്രമല്ല മഹാഭാരതം എന്ന് നമുക്കറിയാം. അത് മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ, മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറിവിനെക്കുറിച്ച് പറയുമ്പോൾ, നമ്മുടെ വിഷയം തന്നെ ഭക്തിയുടെ ജ്ഞാനാമൃതം മഹാഭാരതം. അറിവിനെക്കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നത് അറിവ് 3 തരത്തിലുണ്ട്: ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു സത്രം നടക്കുന്നു എന്നുള്ള അറിവ്, അതാണ് ഇൻഫർമേഷൻ. ഈ സത്രത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായി കാര്യങ്ങൾ കിട്ടിയാൽ അത് നോളജാണ്. ഇനി വിസ്ഡം എന്താണ്? ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ
ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരം നമുക്ക് കിട്ടിയാൽ അതാണ് വിസ്ഡം എന്ന് പറയുന്ന അറിവിൻ്റെ ഏറ്റവും, അതാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞ ജ്ഞാനം എന്ന് പറയുന്ന അർത്ഥത്തിൽ. അത് കേവലം പുസ്തകങ്ങളിൽ കിട്ടുന്ന അറിവല്ല. നമ്മൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ടെക്നോളജിയും ധാർമ്മിക ബോധവും തമ്മിലുള്ള അന്തരമാണ്. ടെക്നോളജി വളരുന്നതനുസരിച്ച് നമ്മുടെ മൂല്യബോധം രൂപപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഇത്തരം സദസ്സുകളിൽ, ഇത്തരം വലിയ സദസ്സുകളിലല്ല, കുട്ടികളുടെ സദസ്സുകളിലൊക്കെ ചോദിക്കും കുട്ടികളോട്, തിരക്കുള്ള ഒരു ബസ്സിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പ്രായമുള്ള ഒരാളിനെ ചവിട്ടിയാൽ എന്തു ചെയ്യും? ഇവിടെ കൂടുതലും പ്രായമുള്ള ആളുകളാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ തലമുറയിൽപ്പെട്ട നമ്മൾ എന്ത് ചെയ്യും? തൊട്ട് കണ്ണിൽ വെക്കും എന്ന് പറയും. എൻ്റെ മകളൊക്കെ പറയുന്നത് സോറി എന്ന് പറയും. കാരണം തൊട്ട് കണ്ണി വെക്കാനൊക്കെ അവർക്ക് മടിയാണ്. അവർ സോറി എന്ന് പറയും. കുറച്ചുകൂടെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഈ ചവിട്ട് കൊണ്ട ഷൂ ഒക്കെ ഇട്ടായിരിക്കും ചവിട്ട്. ഈ പ്രായമുള്ള മനുഷ്യൻ ഒരു ദയനീയമായിട്ട് നോക്കും. അപ്പോൾ പറയും, തിരക്കുള്ള ബസ്സാണ്, ചിലപ്പോൾ ചവിട്ടിന്നിരിക്കും, വേണമെങ്കിൽ ടാക്സി വിളിച്ചു പോകാൻ പറയും. ഇതാണ് നമ്മുടെ സംസ്കാരത്തിൽ വരുന്ന മാറ്റം. മഹാകവി ജി ശങ്കരപ്രഭു, നിങ്ങൾ പഠിച്ചു മറന്നതെന്തോ എന്നിട്ടും മറക്കാത്തത്, അതാണ് സംസ്കാരം. പ്രായമുള്ള ഒരാൾ വരുമ്പോൾ നമ്മളോട് പ്രത്യേകിച്ച് ആരും പറയണ്ട എഴുന്നേക്കാൻ, നമ്മൾ അറിയാതെ എഴുന്നേൽക്കും. അത് നമ്മൾ പ്രത്യേകിച്ച് അമ്മുമ്മ ഇത്ര മണിക്ക് നമ്മളെ പഠിപ്പിച്ചൊരു പാഠമാണെന്ന് ഓർത്തിട്ടല്ല നമ്മൾ എഴുന്നേക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ രീതികൾ മാറി. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ്റെ മകനോ മകളോ അവിടെ ഇരിക്കുന്നു. എൻ്റെ മകൻ്റെയോ മകളുടെയോ പ്രായമാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായി വിചാരിക്കും ആ കുട്ടി എഴുന്നേക്കും എന്ന്. അവനപ്പോൾ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫോണിലോ ലാപ്ടോപ്പിലോ ഒക്കെ നോക്കിയിരിക്കുകയായിരിക്കും. മോനെ നിൻ്റെ അച്ഛൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഈ ഹെഡ്സെറ്റ് ഊരിയിട്ട് അങ്കിളെ അച്ഛൻ പുറത്തു പോയി എന്ന് പറഞ്ഞാൽ എന്നെ ബഹുമാനിച്ചായിട്ട് ഞാൻ വിചാരിക്കണം. അല്ലെങ്കിൽ എനിക്ക് വിഷമമാവും. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എൻ്റെ അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് അവരെ ബഹുമാനിച്ചിരുന്നു. അത് ഞാൻ അടുത്ത തലമുറയിൽ പ്രതീക്ഷിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഇതാണ് മാറ്റം. ഈ മാറ്റത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വലിയ ലഹരി വിമുക്ത ബോധവൽക്കരണ പരിപാടികൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഇതിനൊന്നും ഒരു കുറവും വരുന്നില്ല. എന്താണ്? അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പാരമ്പര്യത്തിൽ, നമ്മളുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ടാണല്ലോ പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇതിലുള്ളത് അല്ലേ ലോകത്തും പലയിടത്തും കാണും, ഇതിലില്ലാത്തത് ലോകത്തൊരിടത്തും കാണാൻ കഴിയില്ല. വേണമെങ്കിൽ തർക്കത്തിന് വേണ്ടി ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പറയാം, ഇന്ന കാര്യം. പക്ഷെ അതല്ല. ഇതെന്താണ്? എന്തിനെക്കുറിച്ചാണ്? ജീവിതത്തെക്കുറിച്ചാണ്. മഹാഭാരതത്തിൻ്റെ എന്തെല്ലാം തരത്തിലുള്ള പഠനങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുക, ഞാൻ പറയുന്നത് പോലും എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം. മഹാഭാരതത്തിൻ്റെ അവസാന വാക്ക് പറയാനുള്ള ഒരാളല്ല ഞാൻ. അതിനെയും പിന്നങ്ങല് വരും. എത്രയോ കാലങ്ങളായി ഇന്ത്യയിലും വിദേശത്തുമുള്ള മഹാപണ്ഡിതന്മാരിത് പഠിക്കുന്നു. പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു. മഹാഭാരതത്തിൻ്റെ രാഷ്ട്രീയം നമുക്ക് പഠിക്കാം. മഹാഭാരതത്തിൻ്റെ പാരിസ്ഥിതിക ദർശനം പഠിക്കാം. മഹാഭാരതത്തിലെ ജെൻഡർ, നമ്മളിപ്പോഴാണ് നമ്മൾ ഈ മൂന്നാം ലിംഗക്കാരെ കുറിച്ചൊക്കെ പറയുന്ന മഹാഭാരതത്തിലുണ്ട്, നമുക്കറിയാം. മഹാഭാരതത്തിൻ്റെ ഫെമിനിസം, മഹാഭാരതത്തിൻ്റെ സ്ത്രീപക്ഷ വായന, പരിസ്ഥിതി വായന, മഹാഭാരതത്തിൻ്റെ രാഷ്ട്രീയം, മഹാഭാരതത്തിലെ കുടുംബ സംവിധാനം, മഹാഭാരതത്തിലെ ഭക്തി, മഹാഭാരതം ഉന്നയിക്കുന്ന മൂല്യങ്ങൾ, ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ നമുക്ക് ആ മഹാഗ്രന്ഥത്തെ കാണാൻ കഴിയും. വായിച്ചാലും പഠിച്ചാലും തീരാത്തത്ര ആഴവും പരപ്പുമുള്ള ഒരു ഗ്രന്ഥമാണ്. ഒരു മരത്തോട് നമ്മൾ അതിനെ താരതമ്യപ്പെടുത്തിയാൽ ആഴത്തിൽ വേരുകളുള്ള, വലിയ ശാഖകളാൽ പടർന്നു നിൽക്കുന്ന, സമർത്ഥമായ ഇലകളുള്ള, ധാരാളം പക്ഷിമൃഗാദികൾ കൂടുകൂട്ടിയിട്ടുള്ള ഒരു മരത്തോട്, മഹാവൃക്ഷത്തോട് നമുക്ക് മഹാഭാരതത്തെ ഉപമിക്കാം. അത്ര മഹത്തായ ഒരു ഗ്രന്ഥം. നിങ്ങൾ ജീവിതത്തിൻ്റെ ഏത് സ്ഥാനത്ത് നിൽക്കുന്ന ആളായിക്കൊള്ളട്ടെ, ഒരു കുട്ടിയായിക്കൊള്ളട്ടെ, ഒരു മധ്യവയസ്സിലെത്തിയ ഒരാളായിക്കൊള്ളട്ടെ, പ്രായമുള്ള ഒരാളായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് നിങ്ങളെ മഹാഭാരതത്തിൽ കണ്ടെത്താൻ കഴിയും. മനുഷ്യാവസ്ഥയെ എത്തി നിൽക്കുന്ന ഏത് സ്ഥാനത്ത് നിന്ന് നോക്കിയാലും നമുക്ക് നമ്മളെ കണ്ടെത്താൻ കഴിയും. മഹാഭാരതം ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥിയോ അധ്യാപകനോ ഒക്കെയാണ്. മഹാഭാരതത്തെ ഒരു സാഹിത്യകൃതിയായി നമ്മൾ പരിഗണിച്ചാൽ ലോക സാഹിത്യത്തിലെ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ കഥാപാത്രം ഭഗവാൻ കൃഷ്ണനാണ്. കൃഷ്ണൻ എന്തൊക്കെയല്ല, സൗഹൃദത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫറാണ് കൃഷ്ണൻ. ലോകത്തിലെ തന്നെ ലോകസാഹിത്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മനഃശാസ്ത്ര വിദഗ്ധനാണ് കൃഷ്ണൻ. നമ്മൾ ഭഗവത്ഗീതയിൽ കാണുന്നു. ഭഗവത്ഗീത എങ്ങനെയാണ് കൗൺസിലിങ്ങിൻ്റെ ടെക്സ്റ്റായത്? അർജുനൻ തേർത്തട്ടിൽ തളർന്നു വീണപ്പോൾ, വളരെ വിലോളി വീരനായ അർജുനൻ തേർത്തട്ടിൽ തളർന്നു വീണപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് എന്താണ്? നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. കൗൺസിലിങ്ങിൻ്റെ ആദ്യത്തെ പാഠമാണ്. എന്താണ്? നിനക്കുള്ള കഴിവുകളെ നീ ഉറക്കെ പറയുക.
നമ്മൾ പലപ്പോഴും കുട്ടികളോട്, ഞാൻ അധ്യാപകനായതുകൊണ്ടാണ് കേട്ടോ കുട്ടികൾ എന്ന് പറയുന്നത്, നമ്മളെല്ലാം കുട്ടികൾ തന്നെയാണ്. അപ്പോൾ കുട്ടികളോട് നമ്മൾ പറയുന്നത് നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണൻ അങ്ങനെയല്ല പറയുന്നത്, നിനക്കുള്ള കഴിവുകൾ. അപ്പം അർജുനൻ പറയുകയാണ്, ഞാൻ ഇന്ന വിദ്യ നേടിയതാണ്, ഇന്ന അസ്ത്രം നേടിയ ആളാണ് എന്ന് ഉറക്കെ പറഞ്ഞ് വർദ്ധിത വീര്യനായി അർജുനൻ മാറുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കൗൺസിലിങ്ങിൻ്റെ ആദ്യ പാഠം അതാണ്. ഇപ്പോൾ ലോകത്ത് പലയിടത്തും മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെയൊക്കെ ഭാഗമായി എന്തുകൊണ്ട് ഭഗവത്ഗീത പഠിക്കുന്നു? നമ്മുടെ വീട്ടിൽ ഈ സാധനമുണ്ട്, നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മഹാഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത, അത് അത്യന്തം സങ്കീർണമായൊരു ഗ്രന്ഥമാണ്. ആദരണീയമായി ഇരിക്കുമ്പോൾ തന്നെ നമ്മളെ അലോസരപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് മഹാഭാരതം. എൻ്റെ മുത്തശ്ശിയൊക്കെ പറയും മഹാഭാരതം വീട്ടിൽ വെക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അമ്മമ്മമാർക്കൊക്കെ അറിയായിരിക്കും മഹാഭാരതം. കാരണം അത് എന്താണ്, ഒരു കലഹത്തിൻ്റെ കൂടി കഥയാണ്. എങ്ങനത്തെ കലഹമാണ്? കുടുംബ കലഹത്തിൻ്റെ അല്ലേ കഥയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളെയും അത് പ്രകാശിപ്പിക്കുന്നു. ഞാൻ കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തെ നമ്മൾ നോക്കിക്കേ, ഏതെല്ലാം രംഗങ്ങളിൽ ഉത്തമനായ സുഹൃത്തായി, ഉത്തമനായ രക്ഷകനായി, ഉത്തമനായ ഫിലോസഫറായി, ഉത്തമനായ രാഷ്ട്രതന്ത്രജ്ഞനായി. യുദ്ധം ഒഴിവാക്കാൻ കൃഷ്ണൻ പരമാവധി അവസാനം വരെ ശ്രമിച്ച ആളല്ലേ? അതല്ലേ രാഷ്ട്രതന്ത്രജ്ഞന്മാർ ചെയ്യുന്നത്, ഇല്ലേ? പരിസ്ഥിതി പ്രവർത്തകൻ കാളിന്തിയെ മലീമസമാക്കിയപ്പോൾ കാളിയനെ അവിടുന്ന് പായിച്ചു വിട്ടു. അതല്ല ഏറ്റവും വലിയ പരിസ്ഥിതി പ്രവർത്തനം. നോക്കി, ഏതെല്ലാം തരത്തിൽ തത്വചിന്തകനായി, കൗൺസിലറായി, ഫിലോസഫറായി, സുഹൃത്തായി, ഏതെല്ലാം മേഖലകളിൽ അല്ല എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അത്തരത്തിൽ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന മഹത്തായ ഗ്രന്ഥമാണ്. എല്ലാ നിലകളിലും ലോകത്ത്, ഇപ്പം മാത്രമല്ല ലോകത്ത് ധാരാളം പഠനങ്ങൾ, ധാരാളം ട്രാൻസ്ലേഷൻസുകൾ നടന്നിട്ടുണ്ട്, ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറയാം, ഞാനും നിങ്ങളുമൊക്കെ നേരിടുന്ന സങ്കീർണമായ ജീവിതാവസ്ഥകളുടെ പ്രകടനമാണ് നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ കഴിയുക. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ വീടുകളിൽ സന്ധ്യയ്ക്ക് നാമം ജപിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ വീടുകളിൽ സന്ധ്യയ്ക്ക് ഒരു 7 മണി തൊട്ട് 10 മണി വരെയുള്ള സമയങ്ങളിലൊക്കെ കാണുന്നത്, കേൾക്കുന്നത് വലിയ നിലവിളി ശബ്ദങ്ങളൊക്കെയാണ് അല്ലേ? നമ്മുടെയല്ല, വേറെ ചില ആളുകൾ ടെലിവിഷൻ സ്ക്രീനിൽ വന്നിട്ട് വലിയ നിലവിളിയാണ്. അപ്പം ഞാൻ ഈ കോളേജിലും സ്കൂളിലൊക്കെ പിള്ളേരോട് സംസാരിക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കും, 18 വയസ്സൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ തീർത്ത് കളയേണ്ട ഒരു സാധനമുണ്ട്. ആദ്യം തന്നെ ആരാണ്? കുട്ടികൾ പറയില്ലേ, അമ്മായിയമ്മ എന്ന് പറയും. കാരണം എന്താ, ഇപ്പോൾ ഇതാരാണ് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്? നമ്മളൊക്കെ വീട്ടിൽ സമാധാനമായിട്ട് താമസിക്കുന്നവരും ജീവിക്കുന്നവരുമാണ്. പക്ഷെ നമ്മളോട് വേറെ ചില ആളുകൾ വന്നിട്ട് പറയുന്നു, പെൺഗുണ്ടകളൊക്കെയാണല്ലോ വരുന്നത്. മനഃശാസ്ത്രകാരന്മാർ പറയുന്നത് കുട്ടികളിൽ കോംപ്ലക്സ് ഉണ്ടാക്കുമെന്നാണ്. കാരണം ഈ സീരിയലിൽ ആപ്പിളിന് 250 രൂപ വിലയുള്ളപ്പോഴും സീരിയലിലെ ഡൈനിങ് ടേബിളിൽ ആപ്പിളുണ്ട്, വീട്ടിലില്ല. അപ്പോൾ സീരിയലിലെ അമ്മ പട്ടുസാരി കൊടുത്തോണ്ടായിരിക്കുന്നത്. നമ്മുടെ അമ്മയുടെ നിറവും കരിക്കലത്തിൻ്റെ നിറവും വീടിൻ്റെ അടുക്കളയുടെ നിറവും എല്ലാം ഒന്ന് തന്നെയാണ് അല്ലേ? കുട്ടികളിൽ കോംപ്ലക്സ് ഉണ്ടാക്കുമെന്നാണ് മനഃശാസ്ത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ചിന്തകളാണോ ഉണ്ടാവേണ്ടത്, അതോ നമ്മുടെ പാരമ്പര്യത്തിൽ കൃഷ്ണൻ്റെയും മഹാഭാരതത്തിലെയും ഒക്കെ കഥകളും ഭഗവത്ഗീതയും ഒക്കെ പറഞ്ഞു കൊടുത്തു വളരുന്ന കുട്ടികളാണ് എങ്കിൽ നമുക്ക് തീർച്ചയായും വിശ്വസിക്കാം അവർ മറ്റു വഴികളിലേക്ക് പോവില്ല എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാൻ ധാരാളം കുട്ടികൾ വരും. ഞാനൊരു അധ്യാപകനാണ്, അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ കുട്ടികൾ വരാത്തപ്പോൾ എന്താണ്, തലേദിവസം ഉത്സവമായിരുന്നു. പക്ഷെ ക്ഷേത്ര ചടങ്ങുകളിൽ ഇവരെ കാണാറില്ല. ഗീത ടീച്ചറിനൊക്കെ അറിയാം അല്ലേ, പ്രായമുള്ളവരാണ്. പ്രഭാഷണത്തിന് പോയാലും അതെ, ഒരു പ്രത്യേക പ്രായത്തിലുള്ളവരോ അത് കഴിഞ്ഞവരുമാണ്. പക്ഷേ ഇവർ ഈ ഗാനമേളയ്ക്കും മറ്റു സംഭവത്തിനുമൊക്കെ, ഉത്സവങ്ങളിലാണല്ലോ അടി, ഇവിടെ നടന്ന ഉത്സവത്തിൻ്റെ അടിയുടെ ബാക്കി അവിടെ നടക്കും. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഈ പ്രഭാഷണ പരമ്പര കേൾക്കാൻ വന്ന നിങ്ങളൊക്കെ ഇനിയും വേറെ എവിടെയെങ്കിലും നടന്നാലും അടുത്ത വർഷം ഇവിടെ നടന്നാലും കേൾക്കാൻ വരും. ഇവരങ്ങനെയല്ല, അടി ഉണ്ടാക്കാൻ അടുത്ത സ്ഥലത്ത് പോകും. ഇതാണ് നമ്മൾ ഓരോരും തമ്മിലുള്ള വ്യത്യാസം, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതിന് പിന്നിലുള്ള ധാർമ്മികതയെയും അതിൻ്റെ മൂല്യങ്ങളെയും, അതാണ് ഞാൻ പറഞ്ഞത്, ടെക്നോളജി വളരുന്നതനുസരിച്ച് മൂല്യബോധം. വ്യാസൻ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. അപ്പോൾ അദ്ദേഹം ഈ നോട്ടീസ് കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാർ ഇത് കണ്ടോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് പിന്നെ അർജുനൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പരമശിവൻ എന്ന് പറയുമ്പോൾ ഉടനെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇതിനകത്തെ കൃഷ്ണനൊക്കെ 6 പാക്കാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ കൃഷ്ണനല്ല, അങ്ങനെയല്ല, കുറച്ചുകൂടി ഒരു കോമള തലളിതനായിട്ടാണ് നമ്മൾ. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാറേ ഇത് കണ്ടു, ഞാൻ പറഞ്ഞു പുതിയ തലമുറയ്ക്ക് ഇതാണ് ഇഷ്ടം.
മനസ്സിലായില്ലേ? പക്ഷേ അങ്ങനെയെങ്കിലും, ഞാൻ പറയുന്ന അങ്ങനെയെങ്കിലും അവർ കൃഷ്ണനെ ആരാധിക്കട്ടെ. സിക്സ് പാക്കൊക്കെ ഉള്ള കൃഷ്ണനും അർജുനനും ഒക്കെ ആയിട്ട് അവരുടെ മനസ്സിൽ അങ്ങനെയെങ്കിലും രൂപം കൊള്ളട്ടെ, അത് രൂഢമൂലമാകട്ടെ, എന്നിട്ട് അവരതിനെ സ്വീകരിക്കട്ടെ. അപ്പോൾ പറഞ്ഞാൽ തീരില്ല. ഞാനല്ല മുഖ്യ പ്രഭാഷകൻ. അധ്യാപകർക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരിടത്ത് നിർത്തത്തില്ല. അപ്പോൾ എന്തായാലും എല്ലാ നിലകളിലും വായിക്കപ്പെട്ട ഈ മഹത്തായ ഗ്രന്ഥത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ തന്നെ പറയുന്നത് അവസാനമില്ലാതെ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടാണ് മഹാഭാരതം ആരംഭിക്കുന്നത്. ഇന്ത്യൻ സംസ്കാരത്തെ രൂപപ്പെടുത്തിയ മഹത്തായ കൃതി എന്ന് പണ്ഡിതന്മാർ പറയുന്ന മഹാഗ്രന്ഥമാണ്. ഒരുപക്ഷെ ലോകത്ത് ഒരു സമൂഹത്തിനും ഇത്തരം ഒരു ഗ്രന്ഥം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മഹാഭാരതം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുകയും ലോകത്തിൻ്റെ പല ഭാഗത്തും വായിക്കപ്പെടുകയും ലോകത്തിൻ്റെ പല ഭാഗത്തും പല ട്രെയിനിങ്ങുകളുടെ ഭാഗമായി മഹാഭാരതമോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഒക്കെ സ്ട്രെസ്സ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ ടെക്സ്റ്റായി ആളുകൾ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ വിഷയം മഹാഭാരത ഭക്തിയുടെ ജ്ഞാനാമൃതം എന്നുള്ളതാണ്. എന്താണ് ഭക്തി, അല്ലേ? ഭക്തിയുടെ ഒരു അർത്ഥം നമ്മൾ അന്വേഷിച്ചാൽ അത് വിശ്വാസം, ആദരവ്, ആരാധന, സ്നേഹം എന്നൊക്കെയാണ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിലുള്ളൊരു ഭക്തനാണ് എങ്കിൽ നമുക്ക് ദൈവത്തോട്, നമ്മുടെ ഈശ്വരനോട് സ്നേഹമാണോ ഭയമാണോ ഉണ്ടാവേണ്ടത്? ആലോചിച്ച് നോക്കുക. യഥാർത്ഥ ഭക്തിയാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള സ്നേഹമാണ് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ടീച്ചർ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ പറഞ്ഞു, മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനം കൃഷ്ണനെ ശകാരിക്കുമ്പോൾ ധർമ്മപുത്രർ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ അദ്ദേഹത്തെ ശകാരിക്കരുത്, ഞാനാണ് ഇതിനെല്ലാം കാരണം, എന്നെ പഴിച്ചോളൂ, കൃഷ്ണനെ പഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാലുകളിൽ കൈ തൊടുമ്പോൾ ധർമ്മപുത്രരുടെ ഈ 10 വിരലുകളും കുഴിനഖങ്ങളായി പോയി എന്ന് വ്യാസൻ പറയുന്നുണ്ട്. ദേഷ്യം കാരണം കണ്ണ് മൂടിക്കെട്ടിയിരിക്കുകയല്ലേ. ഇപ്പം ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്ക് അതിനോടുള്ളൊരു ആ മഹത് ശ്രീ കണ്ണ് മൂടിക്കെട്ടിയതിനോടുള്ള ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് കണ്ണ് കാണില്ല. അപ്പം നമുക്കിപ്പം അച്ഛനും അമ്മയ്ക്കും രണ്ടും 4 കണ്ണ്, ടീച്ചർമാർക്ക് എത്രയോ കണ്ണ്, ഇതൊക്കെ ഉണ്ടായിട്ടാണ് നമ്മുടെ പിള്ളേർ ഈ കണ്ണെല്ലാം വെട്ടിച്ചിട്ട്, പിന്നെ ക്യാമറ കണ്ണ് വേറെ, ഇതും വെട്ടിച്ചിട്ട് പോകുന്ന പിള്ളേരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കേണ്ടതായിരുന്നു. പക്ഷേ കൃഷ്ണൻ ഈ ശകാരത്തിന് തിരിച്ച് ദേഷ്യപ്പെട്ടൊന്നുമില്ല, ചിരിക്കുകയാണ്. അതാണ് ഈശ്വരൻ്റെ. കാരണം എന്താ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ കുഴപ്പം കൊണ്ട്, നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പം വന്നാലും നമ്മൾ എന്താ വിളിക്കുക? എൻ്റെ ഭഗവാനെ, നീ ഇതെന്നോട് ചെയ്തല്ലോ. എൻ്റെ നാട്ടുകാരൊക്കെ പറയുന്നത്, എൻ്റെ അയ്യപ്പ, എരുമേലിക്കാരൻ 10 അയ്യപ്പൻ എന്ത് ഇത് കാണിച്ചിട്ടും അയ്യപ്പ നീ ഇതെന്നോട് ചെയ്തല്ലോ എന്നാണ് പറയുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ജീവിച്ചിരുന്ന കവി ഡി വിനേന്ദ്രൻ്റെ ഒരു കവിതയിൽ ഒറ്റ വാക്കിൻ വിശുദ്ധമാം പ്രാർത്ഥന എന്നൊരു വരിയുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ സാഹിത്യ ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്ന കവിതയിലാണ്, അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ സാറേ ഈ ഒറ്റ വാക്കിൻ വിശുദ്ധമാം പ്രാർത്ഥന? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കവി വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല, എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ നാട്ടിൽ കേശവൻ എന്ന് പറയുന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പകലന്തിയോളം പണിയെടുക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും, അടുത്ത വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അവിടെ ചെന്ന് പറയാതെ തന്നെ സഹായിക്കും. പക്ഷേ അദ്ദേഹം അമ്പലത്തിലൊന്നും പോകില്ല, അത്തരത്തിലുള്ള സാമുദായികമായ പ്രവർത്തനത്തിലൊന്നും അദ്ദേഹം ഏർപ്പെടില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, മനുഷ്യ, നിങ്ങൾ ക്ഷേത്രത്തിലോ പോകാറില്ല, നിങ്ങൾ വീട്ടിൽ ഇവരൊക്കെ പ്രാർത്ഥിക്കും, അന്നേരവും ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാറില്ല, നിങ്ങൾ പ്രാർത്ഥിക്കാറില്ല, നിങ്ങളിങ്ങനെ ദൈവനിഷേധിയായിട്ടിരുന്നാൽ നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താകും? അദ്ദേഹം പറഞ്ഞു, എടി ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് നിന്നോടാര് പറഞ്ഞു? ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താണ്? പകലന്തിയോളം അധ്വാനമൊക്കെ കഴിഞ്ഞിട്ട്, കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ട് കിടക്കാൻ നേരത്ത് പറയും, എൻ്റെ കൃഷ്ണ, നിൻ്റെ കേശവൻ ദേ കിടക്കുന്നു. ഇത്രയും പ്രാർത്ഥിച്ചാൽ പോരെ? നാട്ടുകാർക്കിട്ടും പാര മുഴുവൻ പണിതിട്ട് വീട്ടിൽ കിടക്കുന്ന അമ്മൂമ്മയ്ക്ക് വെള്ളം കൊടുക്കാതെ സപ്താഹം കേൾക്കാൻ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഭക്തി എന്താണ്? ഭക്തിയെക്കുറിച്ച് ഭാഗവതത്തിൽ കപിലൻ പറയുന്നു, താമസഭക്തി, രാജസഭക്തി, സാത്വിക ഭക്തി. താമസഭക്തി എന്താണ്? ഭക്തി കൊണ്ട് നമുക്കിഷ്ടമില്ലാത്ത ആളുകൾക്ക് ദ്രോഹം വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലമുണ്ടല്ലോ. അതുകൊണ്ട് അവൻ ഞാൻ ഇങ്ങനെ പോയാലും കുഴപ്പമില്ല, അവൻ തീർന്നു പോണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് താമസഭക്തിയാണ്. എന്താണ് രാജസഭക്തി? രാജസഭക്തി ഉള്ളവരാണ് നമ്മൾ ഈ വലിയ കോൺട്രിബ്യൂഷനൊക്കെ കൊടുത്തിട്ട് നമ്മൾ എഴുതിയല്ലേ, നമ്മൾ ഇത്ര വഴിപാട് നടത്തി, ഇന്ന ദിവസത്തെ ഇന്ന സാധനം സ്പോൺസർ ചെയ്തു, അതിങ്ങനെ രേഖപ്പെടുത്തുക, അതാണ് രാജസഭക്തി. ഞാൻ ഭക്തനാണ് എന്ന് പ്രകടിപ്പിക്കുക. മനസ്സിലായില്ല? ഒത്തിരി മാർഗ്ഗങ്ങളുണ്ടല്ലോ, ഒത്തിരി കുറികൾ തൊടുക, ഒത്തിരി, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതൊക്കെ ചിലപ്പോൾ വിവാഹങ്ങൾ അങ്ങനെ അതാണ് രാജസഭക്തി. സാത്വിക ഭക്തി എന്താണ്? അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്.
സാത്വിക ഭക്തി, യഥാർത്ഥത്തിൽ സാത്വിക ഭക്തിയുള്ള ഒരാൾ എല്ലാ വഴിപാടുകളും പൂജകളും നടത്തി ക്ഷേത്ര ആരാധന നടത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. അയാൾ ആ ഈശ്വരനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനെ കൊണ്ടു നടക്കുന്നു. ഭഗവാനെ കൊണ്ടു നടന്നുള്ളൊരു ഗുണം എന്താ? എൻ്റെ ഉള്ളിൽ ഭഗവാൻ ഉണ്ട് എന്ന് തോന്നിയാൽ നമുക്ക് എന്ത് തോന്നും? എൻ്റെ അടുത്തിരിക്കുന്ന ആളിൻ്റെ ഉള്ളിലും ഉണ്ട് എന്ന് തോന്നും, എൻ്റെ അയൽവക്കക്കാരൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നും. അപ്പോൾ എന്താണ്, നമ്മൾ അവരെ ഉപദ്രവിക്കുമോ? കാരണം അവരുടെ ഉള്ളിൽ ആരുണ്ട്? ശരീരം ക്ഷേത്രമാണെന്നല്ലേ പറയുന്നത്. ശരീരം ക്ഷേത്രമാണെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ ആരുണ്ട്? ഈശ്വരനുണ്ട്. അങ്ങനെ ശരീരം ക്ഷേത്രമാണെങ്കിൽ ഈ ക്ഷേത്രം പരിശുദ്ധമായിട്ട് സൂക്ഷിക്കണ്ടേ? അപ്പം നമ്മൾ വൃത്തിയായിട്ട് നടക്കും ഇല്ലേ? ഈ ശരീരം ക്ഷേത്രമാണെങ്കിൽ ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ എങ്ങനെയായിരിക്കണം? മന്ത്രങ്ങളാവേണ്ടേ? മന്ത്രങ്ങളൊന്നും ആയില്ലെങ്കിലും മര്യാദക്കുള്ള വാക്കുകളെങ്കിലും ആവണ്ടേ? അപ്പോൾ യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്ന ആൾ അത്തരത്തിലുള്ള ഒരാളാണ്. നമ്മൾ ഭക്തനാണെന്നൊന്നും ആരെയും കാണിക്കേണ്ട, ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മളുടെ ജീവിതത്തിൽ ഞാനും നിങ്ങൾ ഇവിടെ വരുമ്പോഴുള്ള എനിക്കുള്ളൊരു ആത്മവിശ്വാസം, മഹാഭാരതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, മഹാഭാരതത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ, ഇത്തരം കൃതികളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ, ഇത്തരം വേദികൾ നമുക്ക് തരുമ്പോൾ ഞാൻ ചെയ്യുന്ന അതിൽ എനിക്കുള്ള ഒരു സന്തോഷം, വീണ്ടും വീണ്ടും നമ്മൾ ചില മറിച്ചു നോക്കലുകൾ നടത്തും. അത് നമ്മുടെ ഈ പ്രഭാഷണം കേൾക്കുന്ന ആർക്കും പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പോലും നമുക്ക് വ്യക്തിപരമായി പ്രയോജനപ്പെടും. നമുക്ക് കുറച്ചുകൂടി ഒരു ആത്മവിശ്വാസവും ഈ ഭാരതത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ മഹത്തായ ഈ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയാണെന്നുള്ള ഒരു തോന്നലും നമുക്കുണ്ടാവും. അപ്പോൾ മഹാഭാരതം എന്തിനാണ് പിന്നെ വായിക്കുന്നത്? നമ്മളെക്കുറിച്ച് ആലോചിക്കാൻ, നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ. മഹാഭാരതം തന്നെ പറയുന്നുണ്ട്. അതിൽ പിന്നെ യുദ്ധം കഴിയുമ്പോൾ ആരാണ് ജയിച്ചത് അല്ലേ, ആരാണ് ജയിച്ചത് എന്ന് സ്വയം ചോദിക്കുന്നു. ജയിച്ചു എന്ന് വിശ്വസിക്കുന്ന പാണ്ഡവർ പോലും ചോദിക്കുന്ന തരത്തിലേക്ക് മാറുന്നു. നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടവും കഴിഞ്ഞ് ആരാണ് ഇവിടെ ജയിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ജീവിതം അങ്ങനെ ഒരു ഏതാണ്, നിങ്ങളിവിടെ ഒരു 2000 പേരോ 5000 പേരോ ഇരിക്കുന്നുവെങ്കിൽ ഞാൻ ജീവിതത്തെ ഒന്ന് നിർവചിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെ എല്ലാവരും 2000 തരത്തിലായിരിക്കും ജീവിതത്തെ നിർവചിക്കുക. കാരണം 2 പേർ ലോകത്ത് ഒരുപോലെ ജീവിക്കുന്നേയില്ല. 2 പേർ ലോകത്ത് ഒരുപോലെ ജീവിക്കുന്നേയില്ല. ഇരട്ട സഹോദരന്മാരാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിന് ഏറ്റവും കൂടുതൽ നിർവചന ലോകത്തുണ്ടായിട്ടുള്ള ഒരു പക്ഷേ ജീവിതത്തിനും കവിതയ്ക്കുമാണെന്ന് എനിക്ക് തോന്നുന്നു. പല തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പുതിയ തലമുറയോട് നമുക്ക് പിണക്കം തോന്നുമ്പോൾ, നമ്മൾ ചിലപ്പോൾ വിയോജിക്കുമ്പോൾ അവർ മോശക്കാരൊന്നുമല്ല, അവർ നമ്മൾ വിചാരിക്കുന്ന മോശക്കാരൊന്നുമില്ല. കാരണം നമ്മുടെ ഒരു പ്രശ്നം അവരെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ, കായികമായിട്ടല്ല, അവരെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടവരാണ്. ഞാൻ അധ്യാപകനുൾപ്പെടെ, രക്ഷിതാക്കളും അച്ഛനമ്മമാരും. കാരണം അവർ സാങ്കേതിക വിദ്യയുടെ പ്രോഡക്റ്റുകളാണ്, സാങ്കേതിക വിദ്യയുടെ കാലത്ത് ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർ വന്നിട്ട് പറയും, സാർ ഇവൻ ഫോൺ ഉപയോഗിക്കുന്നു, അങ്ങനെ ഉപയോഗിക്കുന്നു, ഇങ്ങനെ ഉപയോഗിക്കുന്നു അല്ലേ. ഒരു സ്ത്രീ എഴുതിയ 2 വരി കവിതയുണ്ട്. എവിടെയാണെന്നറിയാൻ മകൾക്ക് വാങ്ങിക്കൊടുത്ത മൊബൈലും മകളും ഇന്ന് എവിടെയാണെന്നറിയില്ല. അതാ മോൾ എവിടെ, നമ്മൾ ചോദിക്കും എന്തിനാ അവൾക്ക് മൊബൈൽ മേടിച്ചു കൊടുത്തേ? സാറേ ഓരോ സ്ഥലത്തൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ എന്തു പറ്റി? എവിടെയാണെന്നറിയാൻ മകൾക്ക് വാങ്ങിക്കൊടുത്ത മൊബൈലും മകളും ഇന്ന് എവിടെയാണെന്നറിയില്ല. ഞാനിത് ഉപയോഗിക്കരുതെന്നല്ല പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഇതിന് അടിപ്പെടാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും? എന്താ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജിയും മൂല്യബോധവും തമ്മിലുള്ള അന്തരമാണ്. അതില്ലാതാക്കുക. ആദർശമുള്ളവരായി, നിലപാടുകളുള്ളവരായി നമ്മുടെ കുട്ടികൾ മാറണം. അതിനുള്ള ചിന്താ പദ്ധതികൾ, പാഠങ്ങൾ ഉൾക്കൊണ്ട മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. ഇനിയും നമ്മളുടെ കുട്ടികൾ അത് വായിക്കണം, അവരെ പഠിപ്പിക്കണം. നമ്മൾ ആ വഴിയേ വന്നാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ അടുത്ത വീട്ടിൽ നമുക്ക് ദേഷ്യമുള്ള ഒരാളെ, ഒരു കുടുംബത്തെ തകർക്കാൻ കേസൊന്നും കൊടുക്കണ്ട അവർക്കെതിരെ. ആ വീട്ടിലെ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ നശിപ്പിച്ചാൽ മതി അല്ലേ. ലഹരി ആയിക്കൊള്ളട്ടെ, വേറെ ഏതെങ്കിലും വിധത്തിലായിക്കൊള്ളട്ടെ, അവരെ വഴിതെറ്റിച്ചാൽ ആ കുടുംബത്തിൻ്റെ എത്ര സമ്പന്നരും എത്ര വിദ്യാഭ്യാസമുള്ളവരും എത്ര പാരമ്പര്യമുള്ളവരായിട്ട് ആ കുടുംബം ഇല്ലാതാവും. ഭാരതം എന്ന് പറയുന്ന ലോകത്തൊന്നാം ശക്തിയായി മാറാൻ നാളെ സാധ്യത കൽപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ തകർക്കാനുള്ള തന്ത്രങ്ങൾ, ആയുധങ്ങളൊന്നും വേണ്ട, ഇത് മതി, അടുത്ത ഒരു തലമുറയെ ഇല്ലാതാക്കിയാൽ മതി. മനസ്സിലായില്ല? അതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടു കാണും, സ്കൂൾ തുടങ്ങി ആദ്യത്തെ ഒരാഴ്ച മൂല്യ അധിഷ്ഠിത ക്ലാസ്സുകൾ. പാഠപുസ്തകം ഒന്നും പഠിപ്പിക്കേണ്ട, മൂല്യാധിഷ്ഠിത ക്ലാസ്സുകൾ. നമ്മൾ ക്ലാസ്സിൽ നോട്ട് എഴുതി പഠിപ്പിക്കേണ്ട കാര്യമാണോ മൂല്യങ്ങൾ? അല്ല, അതെ, സ്വാഭാവികമായി കിട്ടേണ്ടതാണ്. അത് വീട്ടിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, വിദ്യാലയത്തിലായിക്കൊള്ളട്ടെ. അപ്പോൾ ഭക്തിയുടെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് മഹാഭാരതത്തിൽ കാണുന്നത് അദ്ദേഹം പറയും. ഞാൻ പിന്നെ അതിലേക്ക് കൂടെ കടക്കാൻ പോയാൽ നമുക്ക് അല്ലേ, എല്ലാം ഈ സൗഹൃദവും ഒരു തരത്തിൽ ഭക്തിയാണ്.
അർജുനനും കൃഷ്ണനും തമ്മിലുള്ളത് ഒരു ഭക്തിയാണ്. കാരണം ഈ സൗഹൃദം, നമുക്ക് ആദരവ് തോന്നുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോ എന്ന് ആലോചിക്കണം. എനിക്കങ്ങനെ ചില സുഹൃത്തുക്കളുണ്ട്. നമുക്ക് നമ്മുടെ സുഹൃത്താണ് എന്നും പറയാം, പക്ഷേ അവർ നമുക്ക് ആദരവ് മനസ്സിൽ തോന്നുന്ന ആളുകളാണ്. മനസ്സിലായില്ല? ഇത് ഇപ്പോൾ പുതിയ ആളുകൾ പറയുന്ന മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത് മാറ്റിയിട്ട് പിള്ളേരൊക്കെ ഗൂഗിൾ ദൈവമാക്കിയിട്ടുണ്ട്. മാതാപിതാ ഗൂഗിൾ ദൈവം. പിള്ളേർ നമുക്ക് വേണമെങ്കിൽ അവരെ പഠിപ്പിക്കാം മാതാപിതാ ഗുരു ജീവിത പങ്കാളി ദൈവം. പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടും. ജീവിത പങ്കാളിയെ കൂടി, ഭാര്യ അവൾ പറയുന്നൊന്നും ഞാൻ കേൾക്കേണ്ട കാര്യമില്ല, തിരിച്ച് ഇയാൾ എന്താ പറയാനാ, പകരം അവർക്കും ചിലത് പറയാനുണ്ടാവും. അത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് നമുക്കിതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ കൊടുക്കാൻ കഴിയണം. അപ്പോൾ ഇത് നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ കഴിയും. നമുക്ക് എല്ലാവരും ഭക്തന്മാരാണ്. രാവണൻ വലിയ ഭക്തനായിരുന്നു, കൈടഭൻ വലിയ ഭക്തനായിരുന്നു. പക്ഷേ അവരെ ഭക്തരാവണനെന്നോ ഭക്ത കൈടഭനെന്നോ നമ്മൾ വിളിക്കാറില്ല. എന്നാൽ ഭക്ത ഹനുമാൻ അല്ലേ, ഭക്ത പ്രഹ്ലാദൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. ഇപ്പം മനസ്സിലായില്ലേ ഏതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന്? തനിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ഭക്തി. സ്നേഹത്തോടെ ആദരവോടെ എല്ലാവരോടും പെരുമാറാനുള്ളതാണ്. അതൊരു ആത്മബോധമാണ്, ഒരു അവെയർനെസ്സാണ്. നമ്മളിങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഈ രക്ഷിതാക്കളുടെ പ്രായമുള്ള ആളുകളൊക്കെ തൊഴുമ്പോൾ സത്യത്തിൽ ഇതിനൊന്നും അർഹതയില്ലാത്ത ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഈ ലോകത്തോട് ശരിക്കും പറഞ്ഞാൽ എന്താണ് ക്ഷമാപണത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അറിവ് അമൃതാണ്. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം, നമ്മുടെ കുട്ടികൾക്കൊക്കെ ജ്ഞാനമുണ്ട്, അറിവുണ്ട്, പക്ഷെ തിരിച്ചറിവില്ല. അതാണ് പ്രശ്നം അല്ലേ? നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരാൾ ദേഷ്യം വന്ന് കത്തി ഉപയോഗിച്ച് ഒരാളെ ആക്രമിച്ചുവെങ്കിൽ നമ്മൾ കത്തി നിരോധിക്കുകയാണോ വേണ്ടത്? കത്തി എന്തിനു വേണം? എല്ലാവരും കത്തി നിരോധിച്ചാലുള്ള അവസ്ഥ എന്നാലോചിച്ചു. കറിക്കത്തി നിരോധിച്ചാൽ നമ്മുടെ വീടുകളുടെയൊക്കെ അവസ്ഥ എന്താവും അല്ലേ? ഇപ്പം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. കോവിഡിന് മുമ്പ് നമ്മൾ പിള്ളേരോട് പറഞ്ഞു മൊബൈൽ ഫോൺ നോക്കാതെ പഠിക്കാൻ പറഞ്ഞു. കോവിഡ് വന്നപ്പോൾ പിള്ളേരോട് പറഞ്ഞു മൊബൈൽ ഫോൺ നോക്കി പഠിക്കാൻ പറഞ്ഞു. പിന്നെ വീണ്ടും പറയുന്നു നോക്കാതെ പഠിക്കാൻ പറഞ്ഞു. പിള്ളേരാപ്പാടെ കുഴപ്പത്തിലായി. മനസ്സിലായില്ലേ? ഇതെന്തിനു വേണ്ടി എപ്പോഴും ഉപയോഗിക്കണം? അതാണ് ഇദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ, പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ട്. നമ്മളെ എത്ര പേര് കാണുന്നുണ്ട് അല്ലേ? അമ്മമാരോ പ്രായമുള്ളവരൊക്കെ പലരും കാണുന്നുണ്ടാവും അല്ലേ? പക്ഷെ നമ്മുടെ കുട്ടികളോ? അവരും ഇതെല്ലാം നോക്കുന്നുണ്ടല്ലോ. അവർ നേരിടുന്ന മെൻ്റൽ സ്ട്രെസ്സിനെ കുറിച്ചുള്ള നല്ല സന്യാസിമാരുടെ പ്രഭാഷകന്മാരുടെ ക്ലാസ്സുകളുണ്ട് അതിനകത്ത്. പക്ഷെ നമ്മൾ നോക്കാറില്ല. പക്ഷേ കുട്ടികൾ എപ്പോഴും പറയുന്ന എല്ലാ പ്രശ്നത്തിനും ഉത്തരം ഗൂഗിളിലുണ്ടെന്നാണ്. കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി കഴിയുമ്പോൾ അല്ലേ, ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴായിരിക്കും വഴക്കുണ്ടായത്, അതിൻ്റെ ഉത്തരം ഗൂഗിളിൽ നോക്കിയാൽ കിട്ടുകയില്ല. അത് പണ്ട് അമ്മമ്മയൊക്കെ പറഞ്ഞു വരുന്ന പാഠമുണ്ട് അല്ലേ? കുട്ടികൾ ഇപ്പം അവിയൽ ഉണ്ടാക്കാൻ അമ്മ പഠിപ്പിച്ച കുട്ടി പറയും അത് ഞാൻ ഗൂഗിളിൽ നോക്കി ചെയ്തോളാം എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ്. ഗൂഗിളിൽ നോക്കി വഴിതെറ്റിപ്പോകുന്ന ധാരാളം ആളുകളുടെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അപ്പോൾ യഥാർത്ഥ ഭക്തിയുടെ വലിയൊരു അമൃത കുംഭമാണ് മഹാഭാരതം. അത് ടീച്ചർ പറഞ്ഞതിനകത്തുണ്ട്. അത് പലരുടെയും കഥകളിലൂടെ, പാഞ്ചാലിയുടേതാകട്ടെ, അർജുനൻ്റെ ആകട്ടെ, ചെറുതും വലുതുമായ നൂറുകണക്കിന് കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മഹാഭാരതത്തിലുടനീളം നമുക്ക് യഥാർത്ഥ ഭക്തിയെയും വ്യാജ നിർമ്മിതികളെയും നന്മയെയും തിന്മയെയും ധർമ്മത്തെയും അധർമ്മത്തെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പുതിയ കാലത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാലോ, പുതിയ കാലത്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ഒരാളെ കാണുമ്പോൾ നമുക്ക് ആ ആളിൻ്റെ ഉള്ളറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പഴയ കാലത്താണെങ്കിൽ നമുക്കറിയാം ഈ ആരാണ് പിന്നെ സമൂഹത്തിൽ സാമ്പത്തികമായി താഴേക്കടയിൽ നിൽക്കുന്നത് അല്ലെ മുതിർന്ന കടയിൽ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം. ഇപ്പോഴത്തെ സിനിമ ശ്രദ്ധിച്ച് വില്ലൻ നായകനെക്കാട്ടി സുന്ദരനായിരിക്കും പലപ്പോഴും അല്ലേ? ഇപ്പോൾ അവസാനം ഇറങ്ങിയ സിനിമയൊന്നും നോക്കിയേ, അത് മോഹൻലാലിൻ്റെ സിനിമയല്ലെന്ന് ഇപ്പോൾ പറയുന്നത് പിള്ളേരുൾപ്പെടെ. ആരുടെ സിനിമയാണ് അല്ലേ? ജോർജ് സാറിൻ്റെ സിനിമയാണെന്നാണ് പറയുക. അയാളുടെ പേര് പോലും മറന്നുപോയി. ജോർജ് സാറാണ് താരം, മോഹൻലാൽ അല്ല. കഷ്ടപ്പെട്ട അച്ഛൻ അല്ലേ, മകൻ കൊല്ലപ്പെട്ട അവന് വേണ്ടി പോരടിച്ച അച്ഛൻ്റെ കഥയല്ല, പിന്നെ ആരുടെ കഥയാണ്? അവനെ കൊന്ന പോലീസുകാരൻ്റെ കഥയാണ്. നമ്മൾ എത്തി നിൽക്കുന്നതിൻ്റെ ഏറ്റവും, അത് സൂപ്പർ ഹിറ്റും ആയല്ലോ, എത്തി നിൽക്കുന്നതിൻ്റെ ഏറ്റവും നല്ല, ഞാൻ സിനിമയ്ക്കെതിരില്ല, ഇതൊരു കലാസൃഷ്ടി എന്നുള്ള നിലയിൽ അത് മഹത്തായൊരു സൃഷ്ടി തന്നെയാണ്. പക്ഷേ അധർമ്മങ്ങൾ ധർമ്മങ്ങൾ എന്ന വ്യാജേന വരുമ്പോൾ നമ്മൾ നിതാന്ത ജാഗ്രതയോടെ അതിനെ പൊളിക്കേണ്ടതുണ്ട്. അതിനുള്ള പാഠങ്ങൾ നമ്മുടെ മഹത്തായ ഈ പാരമ്പര്യത്തിൽ, ഈ ഗ്രന്ഥത്തിലുണ്ട് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് എനിക്ക് തന്ന സമയം അതിക്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്ഷമയോടെ മുഖ്യ പ്രഭാഷകനോട് ക്ഷമ യാചിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കാൻ, ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി ഞാൻ വിചാരിച്ചുകൊണ്ട് എൻ്റെ ആദരണീയ ഗുരുനാഥ ഗീത ടീച്ചറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ധാരാളം ആളുകൾ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുണ്ട്. എല്ലാവരുടെ മുന്നിലും
ഞാൻ നന്ദി പറയുന്നില്ല, നന്ദി സായിപ്പ് പറഞ്ഞാണ്, താങ്ക്സ് അല്ലേ, അത് അവസാന വാക്കാണ്. സ്നേഹം തുടർച്ചയാണ്. എല്ലാവരോടുമുള്ള സ്നേഹം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം അറിയാവുന്ന ഉപനിഷത്തിലെ മന്ത്രം, എല്ലാവർക്കും അറിയാം ഉപനിഷത്തിലെ ഒരു മന്ത്രം. ഞാൻ പലയിടത്തും ചോദിച്ചിട്ട് പലരും പറയാറില്ല അല്ലേ. എല്ലാവർക്കും അറിയാവുന്ന ഒരു 108 ഉപനിഷത്തിലെ ഒരു ഉപനിഷത്ത് മന്ത്രം മാത്രം ചൊല്ലിക്കൊണ്ട് നിർത്താം. കലിസന്ധരണ ഉപനിഷത്ത് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഉപനിഷത്തിലെ മന്ത്രം നമ്മളെല്ലാവരും ചൊല്ലുന്നതാണ്. പക്ഷെ നമുക്കിത് അതിലെയാണെന്ന് പലർക്കും അറിയില്ല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്നേഹം.